സീസണിലെ കഴിഞ്ഞ 5 മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ടി വന്നവരാണ് ക്വിന്റൺ ഡി കോക്ക്. രോഹിത് ശർമ്മക്ക് പരിക്കേറ്റത് കൊണ്ട് മാത്രം 11-ലെത്തിയ ഈ ഡി കോക്കാണ് ഈ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ പടുത്തുയർത്തിയത്. തുടക്കത്തിലെ വീണ 2 വിക്കറ്റുകൾ, 2 റൺസുമായി റയാൻ റിക്കൽട്ടണും 0 റൺസുമായി സൂര്യകുമാർ യാദവും മടങ്ങിയപ്പോൾ നമാൻധീറിനൊപ്പം സെൻസിബിൾ ഇന്നിംഗ്സ് കളിച്ച ഡി കോക്ക് പുറത്താകാതെ ആ ഇന്നിംഗ്സ് ഒടുക്കം വരെ ക്രീസിൽ നിന്നു. 60 പന്തിൽ 7 സിക്സറും 8 ഫോറുകളും അടക്കം 112 റൺസാണ് ഡി കോക്ക് നേടിയത്. നമാൻധീർ 31 പന്തിൽ 3 വീതം സിക്സറും ഫോറുകളും അടക്കം 50 റൺസ് നേടിയാണ് പുറത്തായത്. ഹർദിക് പാണ്ഡ്യ 14 റൺസ് നേടി. മറ്റാർക്കും 2 അക്കം കടക്കാനായില്ല. എല്ലാം കൂടി കൂട്ടി മുംബൈ ആകെ നേടിയത് 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ്. 4 ഓവറിൽ 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയ അർഷദീപ് സിംഗിന്റെ പ്രകടനം മികച്ചതായിരുന്നു. വൈറ്റ് ബോളുകൾക്ക് പഞ്ഞമില്ലാത്ത കഴിഞ്ഞ മത്സരങ്ങളിൽ അർഷദീപ് എറിഞ്ഞ എക്സ്പെൻസീവ് സ്പെല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത്. സൂര്യകുമാർ യാദവിന്റെ T20യിലെ സമീപകാല നിറം മങ്ങലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നത്തെ